അരയന്നം മാനസ സരസിന്റെ മക്കൾ. ഹംസം എന്നു പേരുള്ള അരയന്നം ബ്രഹ്മാവിന്റെ പുത്രനായ കശ്യപന്റെയും യക്ഷന്റെ മകളായ താമ്രയുടെയും പുത്രി ധൃതരാഷ്ട്രയുടെ മകളാണ്. ഹംസ പരമ്പരയ്ക്ക് വെള്ള നിറവും ചാരനിറവും തവിട്ടു നിറവുമൊക്കെയായിരുന്നു. ഒരിക്കൽ മരുത്തൻ എന്ന രാജാവ് മഹേശ്വര സത്രം എന്ന യാഗം നിശ്ചയിച്ചു. യാഗത്തോടനുബന്ധിച്ച് ഹവിർഭാഗം എന്ന വിശിഷ്ട ഭക്ഷണം കഴിക്കാൻ ദേവപ്രധാനികളായ ഇന്ദ്രൻ, വരുണൻ, യമൻ എന്നിവരെയെല്ലാം വിളിച്ചു. അവരെല്ലാം യാഗശാലയിൽ എത്തിച്ചേർന്നു. രാക്ഷസ രാജാവായ രാവണൻ ദിഗ്വിജയത്തിനായുള്ള ജൈത്രയാത്ര തുടങ്ങിയ കാലമായിരുന്നു അത്. തന്നെ ക്ഷണിക്കാതെ ദേവന്മാരെ ക്ഷണിച്ചതിൽ രാവണൻ കോപിഷ്ഠനാകുമെന്ന് മരുത്തനും ദേവന്മാരും ഭയപ്പെട്ടു. ഹവിസു ഭക്ഷിക്കാതെ പോകുന്നതും ശരിയല്ല. അവർ ഓരോ പക്ഷികളായി രൂപം മാറി. ഇന്ദ്രൻ മയിലായും, വരുണൻ അരയന്നമായും, യമൻ കാക്കയായും വേഷപ്രച്ഛന്നരായി. രാവണൻ യാഗശാല സന്ദർശിച്ച് മടങ്ങിപ്പോയി. ദേവന്മാർ അവർ രൂപം ധരിച്ച പക്ഷികളെ വിളിച്ച് വരുത്തി. അവരെ ഓരോരുത്തരെയും വരങ്ങളും ഇഷ്ടപ്പെട്ട നിറങ്ങളും കൊടുത്ത് അനുഗ്രഹിച്ചു. വരുണൻ അരയന്നത്തെ വിളിച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചു: നിനക്ക് ഞാൻ നല്ല വെള്ള നിറം നൽകുന്നു. നിന്നെ കാണുന്നവർക്ക് മനഃശാന്തിയും സന്തോഷവുമുണ്ടാകും. നിങ്ങൾക്ക് താമസിക്കാനും ഉല്ലസിക്കുവാനും ഞാൻ ഹിമാലയത്തിനു മുകളിലെ മാനസ സരസ് നൽകുന്നു. മനുഷ്യർ നിന്നെ ആരാധിക്കുകയും നന്മയുടെ പ്രതീകമായി ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരിക്കൽ ഒരു അരയന്നം നിഷധരാജ്യത്തെ ഒരു ഉദ്യാനത്തിലിരിക്കുകയായിരുന്നു. നളൻ എന്ന രാജകുമാരൻ അരയന്നത്തെ കണ്ടു. അദ്ദേഹം അതിനെ പിടിച്ചു. അരയന്നത്തിന്റെ സങ്കടം കണ്ട് അദ്ദേഹം പിടുത്തം വിട്ടു. അരയന്നം സന്തുഷ്ടനായി കുണ്ടിനപുരിയിൽ വിരാട രാജാവിന്റെ പുത്രിയായി ദമയന്തി എന്നൊരു പെൺകുട്ടിയുള്ള വിവരം അരയന്നം അറിയിച്ചു. അവരുടെ വിവാഹത്തിനുള്ള ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. ഹംസങ്ങൾ നല്ലവരാണെന്നറിയപ്പെടുന്നുവെങ്കിലും ദുഷ്ടനായ ഒരാളും അവരിലുണ്ടായിരുന്നു. അന്നമിത്രൻ എന്നു പേരായി ഒരരയന്നമുണ്ടായിരുന്നു. ഹസ്തിനപുരത്ത് ഒരു നദീതീരത്ത് ഹംസങ്ങളും കുളക്കോഴികളും കൊറ്റികളും ഒന്നിച്ചു താമസിച്ചു വരികയായിരുന്നു. വർഷകാലം വന്നപ്പോൾ കഠിനമായ കാറ്റും കോളും വന്നു. ജീവജാലങ്ങൾക്ക് നദീതീരത്ത് നിൽക്കപ്പുറതിയില്ലാതെയായി. അപകടകരമായ ആ സ്ഥലത്ത് നിന്ന് അകലെയുള്ള വസന്തവനത്തിലേക്ക് പോവാൻ അവർ തീരുമാനിച്ചു. പക്ഷികൾ ധാരാളം മുട്ടകൾ ഇട്ടിരുന്നു. അവയെല്ലാം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. കാരണവരായ അന്നമിത്രൻ പറഞ്ഞു: നിങ്ങൾ വസന്തവനത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. നിങ്ങളുടെ മുട്ടകൾക്ക് ഒരു കേടും പറ്റാതെ ഞാൻ കാത്തു സൂക്ഷിച്ചുകൊള്ളാം. അരയന്നങ്ങളും കൊറ്റികളും കുളക്കോഴികളുമെല്ലാം അത് സമ്മതിച്ചു. മിത്രൻ കൂട്ടത്തിലെ വലിയമ്മാവനല്ലേ? അവരദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ഒരു ദിവസം ഒരു കുളക്കോഴി തീരദേശത്തെ സ്ഥിതിഗതികൾ അറിയാൻ പറന്നു വന്നു. നോക്കി, വൃദ്ധനായ അന്നമിത്രൻ ഇപ്പോൾ വയസ്സുകൂടി ഉണങ്ങി മെലിഞ്ഞ ഒരു അവശനായിരിക്കുമെന്നാണ്. എന്നാൽ പക്ഷികൾ പോയപ്പോൾ അന്നമിത്രൻ പക്ഷിമുട്ടകൾ ഓരോന്നോരോന്നായി കൊത്തിക്കുടിച്ച് തടിച്ചു കൊഴുത്തിരുന്നു. കുളക്കോഴി വിവരം വസന്തവനത്തിൽ ചെന്ന് മറ്റു പക്ഷികളെ അറിയിച്ചു. അവ കൂട്ടമായി വന്ന് അന്നമിത്രനെ കൊത്തി വലിച്ചു കീറി. അന്നമിത്രൻ പിടഞ്ഞു പിടഞ്ഞ് അന്തിശ്വാസം വലിച്ചു. വിശ്വാസവഞ്ചനയ്ക്ക് ഏറ്റ ഫലം.